എന്താടി നിനക്ക് എന്റെ ആന്റി എതിർക്കാനുള്ള ധൈര്യം വന്നല്ലേ? അതെ, എന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ധൈര്യം നിന്റെ ശരീരത്തിലോടുന്ന അഖിലാണ്ടേശ്വരിയുടെ രക്തം തന്നതായിരിക്കും. അല്ലെങ്കിൽ കല്യാണം ആയില്ലേ, ഇനി ആരെയും അനുസരിക്കേണ്ടെന്ന വിചാരത്തിൽ നിന്നുണ്ടായതായിരിക്കും. എന്താടി നിന്റെ മനസ്സില്? പറയടി, പറയാൻ. അതെ, നിന്റെ പൂങ്കണ്ണീര് കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനേ ഞാൻ ആനന്ദോ അരവിന്ദൊന്നും അല്ല. നിന്റെ കല്യാണ കാര്യത്തില് ആദ്യം മുതലേ അഖിലാണ്ടേശ്വരി എന്നെ അപമാനിച്ചോണ്ടിരിക്കുക. അങ്ങനെയുള്ള ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മോതിരം വരെ കൈമാറാൻ പോകുന്നു. പോലീസ് ഇതുവരെ എത്തിയിട്ടുമില്ല. ആ വീണ അവൾ എന്നെ പറ്റിച്ചതായിരിക്കും. ദൈവമേ, ഇതൊന്നും കാണാൻ നിൽക്കാതെ ഈ ഇരുന്ന ഇരിപ്പിലങ്ങ് ചത്താ മതിയായിരുന്നു. ഓരോ അബദ്ധങ്ങൾക്കും ഓരോ തെറ്റുകൾക്കും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി നിന്നോട് ക്ഷമിച്ചിട്ടേ ഉള്ളൂ. അമ്മയ്ക്ക് അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാളെ ആൾക്കാരുടെയും മറ്റു ജോലിക്കാരുടെയും മുന്നിൽ വെച്ച് വീണ്ടും അപമാനിച്ച് തല കുനിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ഈ നിശ്ചയത്തിൽ നിന്ന് പിന്മാറാം. നാട്ടിലേക്ക് പോവാം. വേണമെങ്കിൽ കിണറ്റി ചാടി മരിക്കുക വരെ ചെയ്യാം. ഞാനൊന്നും പറയില്ല. അതല്ല, മനസ്സിൽ അല്പമെങ്കിലും നന്ദിയും സ്മരണയുണ്ടെങ്കിൽ നീ നിന്റെ തീരുമാനം മാറ്റും. മോളെ, കൈനീട്ട്, മോതിരിടട്ടെ. കല്യാണി കൈനീട്ടി കൊടുക്ക്. നീ എന്താ കണ്ണു തുറന്നിരുന്ന് കിനാവ് കാണുകയാണോ അവിടെ? അവിടെ വെച്ചോളൂ. നമസ്കാരം മാഡം. നമസ്കാരം സർ. നമസ്കാരം. ഇരിക്കൂ. ഓ, ദാസ് എവിടെ? ബാംഗ്ലൂരെ പോയിരിക്കുക. ഇപ്പൊ എത്തും. ദാസേട്ടന്റെ ഈ സിൻസിയറിറ്റിയെ എനിക്കിഷ്ടം. ജ്യോത്സരെ, കല്യാണിയുടെയും രാജീവിന്റെയും കല്യാണത്തിന് സമയം കുറിക്കാൻ വേണ്ടിയാ വരാൻ പറഞ്ഞത്. അത് നോക്കിയായിരുന്നോ? 2 നിമിഷം. ഇപ്പൊ പറയാം.
ദൈവമേ, ഇപ്പോഴൊന്നും നല്ല സമയം കാണല്ലേ. ഒരു കൊല്ലമെങ്കിലും കഴിയാത്ത ഡേറ്റ് കിട്ടല്ലേ. വെളിപ്പുറത്തമ്മേ, ഞാനൊരു നിലവിളക്ക് നടക്കി വെച്ചേക്കാമേ. കൈവിടില്ലേ ദേവി. മാഡം, ഈ മാസം 26-ാം തീയതി ഒരു നല്ല മുഹൂർത്തമുണ്ട്. പെണ്ണിന്റെയും പയ്യന്റെയും ലഗ്നവും രാശിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു മുഹൂർത്തം പിന്നെ അടുത്തൊന്നുമില്ല. രാവിലെ 10:05-നും 11:10-നും ഇടയ്ക്ക് കല്യാണത്തിന് ശുഭമുഹൂർത്തം. ഈ മാസം 26-ാം തീയതിയോ? അതിനി 10-18 ദിവസങ്ങളല്ലേ ഉള്ളൂ. മൈ ഗോഡ്, 18 ദിവസോ? ദൈവമേ. ആ കൃഷ്ണേട്ടാ, ഡേറ്റിംഗ് അടുത്തല്ലോ. നമുക്ക് സമയം മതിയാവോ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ? അതിനെന്താകില്ലേ, നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ. നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ കല്യാണിയുടെ കല്യാണം വളരെ ഹാപ്പി ആയിട്ട് നടത്താം. എന്തു പറയുന്നു സഹദേവ? ഷുവർ. ചേട്ടൻ വിചാരിച്ച പോലെ നമുക്ക് ഈ ഫംഗ്ഷൻ ഗ്രാൻഡ് ആയിട്ട് നടത്താം. ആന്റി, അപ്പൊ ഞാനല്ലേ ആനന്ദേട്ടനെ കല്യാണം കഴിക്കുന്നത്? വേറെ ഏതാ പെണ്ണ്? നീ ഒന്നും മിണ്ടാതിരിയടി. ഈ വിലാസിനി ഇവിടെ ജീവനോടിരിക്കുമ്പോ ഇതെല്ലാം അഖിലാണ്ടേശ്വരിയുടെ വെറും സ്വപ്നങ്ങളാ. അഖിലാണ്ടേശ്വരി ഉച്ചമയക്കത്തിൽ കണ്ട പാഴ്കിനാവുകൾ. ഈ അടുക്കളക്കാരിയുടെ കല്യാണം നടക്കുകയില്ല. ഇവിടെ പുതിയൊരു മരുമകൾ വരാനും പോകുന്നില്ല. ഇത് പറയുന്നത് വിലാസിനിയാ, തൃച്ചംബരത്ത് വിലാസിനി. കൊള്ളാലോ. ഇതെന്താ കൊറേ നേരമായിട്ട് കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാണെന്ന് തോന്നുന്നല്ലോ. ഇനി കണ്ണിന്റെ ഡോക്ടർ എങ്ങനെ ആവോ വലിയ കുഞ്ഞ്? ആഹാ, അതൊരു വലിയ കണ്ടുപിടുത്തമാണല്ലോ കല്യാണി. പക്ഷേ ഡോക്ടർ ആവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ? ആ, അത് പോട്ടെ. കല്യാണിക്ക് കണ്ണുകളെ കുറിച്ച് എന്തൊക്കെ അറിയാം? കേക്കട്ടെ. അയ്യോ, അങ്ങനെ ചോദിച്ചാ അത് പിന്നെ ഈ കണ്ണുകളില്ലെങ്കിലേ നമുക്ക് ഈ ലോകത്തുള്ളത് ഒന്നും കാണാൻ പറ്റില്ല. എന്താ, ശരിയല്ലേ? അത് ശരിയാ. പക്ഷേ അതേതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമല്ലേ? പിന്നെന്തൊക്കെ അറിയാം? അത് കേക്കട്ടെ. പിന്നെ ഒരാൾക്ക് സങ്കടം വരുമ്പോ കണ്ണുകളിൽ കൂടി കണ്ണീരിങ്ങനെ ഒഴുകിയിറങ്ങും. ചിലപ്പോ സന്തോഷം വരുമ്പോഴും കണ്ണു നിറയാറുണ്ട് കേട്ടോ. ഓക്കേ, അപ്പൊ കണ്ണുകൾ കാണാനും കരയാനും മാത്രം ഉള്ളതാണെന്നാണ് കല്യാണിയുടെ അഭിപ്രായം, അല്ലേ? അല്ലാണ്ട് കണ്ണുകളുകൊണ്ട് നമുക്ക് മണക്കാനും കേൾക്കാനും കഴിക്കാനും ഒന്നും പറ്റില്ലല്ലോ. അത് സമ്മതിച്ചു. ഈ പറഞ്ഞ ഒന്നിനും കണ്ണുകൾ പറ്റില്ല. പക്ഷേ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് വെറുതെ കാണാനും കരയാനും മാത്രം ഉള്ളതല്ല കല്യാണി. അതിനപാരമായ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആരും കാണാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുടെ കൊച്ചു 2 ഖജനാവാണ് നമ്മുടെ കണ്ണുകൾ. നമ്മുടെ സ്വപ്നങ്ങളുടെ സേഫ്റ്റി ലോക്കർ. അയ്യടാ, അത് സംഗതി കൊള്ളാലോ. കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താ, സാഹിത്യാണോ? സാഹിത്യത്തിലുണ്ട് കണ്ണുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. ഈ കണ്ണുകൾ കഥ പറയുന്നു എന്ന് കേട്ടിട്ടില്ലേ? കണ്ണുകൾ കഥയും പറയോ? കണ്ണുകൾ കഥയും പറയും, പാട്ടും പാടും. സിനിമാ പാട്ടുകളിൽ പോലും കണ്ണുകൾ എന്റെ ലക്ഷ്യം ഒന്നേ ഒന്നാ. ബിസിനസിനെ കുറിച്ചല്ലാതെ മറ്റൊരു ചിന്തയും ഇല്ലാത്ത ആനന്ദിന്റെ മനസ്സിലേക്ക് ഈ ജയന്തി കയറി കൂടിയിരിക്കണം.